ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന ശാസ്ത്രമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റ്, ആദ്യത്തെ യൂണിറ്റിന്റെ പേരാണ് ഒറ്റയല്ല ഒരു ജീവിയും. അപ്പൊ നമ്മുടെ ഒറ്റയല്ല ഒരു ജീവി എന്നുള്ള പാഠമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിലുണ്ട്. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ പാഠം ഒറ്റയല്ലൊരു ജീവിയും. അപ്പൊ എന്താണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്? ആദ്യം തന്നെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ? ചിത്രം നിരീക്ഷിക്കൂ. ചിത്രത്തിലെ പക്ഷി ഏതാണ്? ഏതാ ഈ പക്ഷി? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പക്ഷിയെ? ഈ ബേർഡിന്റെ പേര്, ഈ പക്ഷിന്റെ പേരെന്താണ്? പൊന്മാൻ അല്ലെ? നമ്മൾ ചിലയിടങ്ങളിൽ പൊന്മാൻ എന്ന് പറയും, ചിലയിടങ്ങളിൽ മീൻകൊത്തി എന്ന് പറയും. ഇംഗ്ലീഷിൽ എന്താ പറയുക? ഇതിനെ കിങ് ഫിഷർ എന്നാണ് പറയുക കേട്ടോ. ഇവിടെ പ്രധാന ഭക്ഷണം എന്താണ്? ഈ ബേർഡിന്റെ, ഈ പക്ഷീന്റെ പ്രധാന ഭക്ഷണം എന്താ അറിയൂ നിങ്ങൾക്ക്? പൊന്മാന്റെ ഭക്ഷണം എന്താണ്? മീനാണ്. ഓക്കെ, മീൻ. അതുകൊണ്ടാണ് അതിന് മീൻ കൊത്തി എന്നും കൂടെ പറയുന്നത് കേട്ടോ. ഇത് പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് മീനാണ്. ഈ പക്ഷിയെ സാധാരണ എവിടെയാണ് കാണുന്നത്? എന്താകും അതിന് കാരണം? സാധാരണ ഈ മീൻ എവിടെ കാണുന്നത്? അല്ലെ, മീനല്ല, ഈ മീനെ പിടിക്കുന്ന നമ്മുടെ ഈ പൊന്മാൻ എന്നുള്ള ഈ ബേർഡിനെ, ഈ പക്ഷി എവിടെ കാണുക? നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ എവിടെ കാണുന്നതിന്? നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിൽ അല്ലെ, അവിടെയാണ് ഈ പൊന്മാനെ പോലെ പക്ഷികൾ താമസിക്കുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ജലസ്രോതസ്സുകളുടെ സമീപത്താവുമ്പോൾ പെട്ടെന്ന് തന്നെ മീൻ പിടിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് അവിടെ താമസിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. വിവിധ തരം ജീവികൾ കഴിക്കുന്ന ആഹാരം ഏതെല്ലാമാണ്? ആടിന്റെ പ്രധാന ആഹാരം എന്താ? കണ്ടില്ല, ചിത്രം ആടാണ്. അപ്പൊ ആടിന്റെ പ്രധാന ആഹാരം എന്താണ്? നമുക്കൊക്കെ അറിയാം അല്ലെ? ആടിന്റെ ആഹാരം എന്താ? പുല്ല് കഴിക്കും ആട്. പിന്നെന്താ കഴിക്കുക? പ്ലാവിലേക്ക് കഴിക്കില്ലേ? അപ്പൊ അതൊക്കെ തന്നെയാണ് ആടിന്റെ പ്രധാന ആഹാരം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, അതുപോലെ സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതെല്ലാം ജീവികളുണ്ട്? അപ്പൊ നമ്മൾ പറഞ്ഞു ആടെന്ന് പറഞ്ഞത് സസ്യഭാഗങ്ങൾ മാത്രമാണ് കഴിക്കുന്നത് അല്ലെ. അതുപോലെ സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതൊക്കെ ജീവികൾ ഉണ്ടെന്നാണ് ചോദ്യം. ഇവിടെ 2 തന്നിട്ടുണ്ട്, മാനും മുയലും തന്നിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ എഴുതാം? പശു, ജിറാഫ്, ഇതെല്ലാം സസ്യഭാഗങ്ങൾ മാത്രം കഴിക്കുന്ന ജീവികളാണ്. അതായത് മാംസാഹാരങ്ങളൊന്നും കഴിക്കില്ല അല്ലെ. അടുത്തത് നെക്സ്റ്റ് പേജ്, വാസസ്ഥലവും ആഹാരവും. ചിത്രം ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് എന്താ ഈ ചിത്രം കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ്? എന്തിന്റെ ചിത്രം? ഒരു കുളവും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പാടവും ഉണ്ട് അല്ലെ, അതായത് വയലും ഉണ്ട്. വയലും കുളവും കൂടി ഉള്ളതാണ് അല്ലെ. ചിത്രത്തിലുള്ള ജീവികൾ ഏതെല്ലാമാണെന്ന് എഴുതൂ. അപ്പൊ ഇത് കുറേ ജീവികളുണ്ട് ചിത്രത്തിൽ. അപ്പൊ ഈ ജീവികളുടെ പേര് ഏതൊക്കെയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ പറക്കുന്ന ഇതിന്റെ പേരെന്താ? തുമ്പി അല്ലെ, തുമ്പി. പിന്നെ എന്തൊക്കെയുണ്ട്? കൊക്കുണ്ട്, പാമ്പ്, കാക്ക, തവള, പുൽച്ചാടി. പുൽച്ചാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പുൽച്ചാടി അല്ലെ, പുൽച്ചാടി. എന്താ പിന്നെ ഞണ്ട്, ആമ, ഒച്ച്, മീൻ, ഇതൊക്കെ ഈ ജീവികളെയൊക്കെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇനി എന്റെ ചോദ്യം എന്താണ്? ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? അതായത് സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന ജീവികൾ ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ചെറുമീനുകൾ സസ്യങ്ങൾ മാത്രമാണ് കഴിക്കുക. അതായത് വെള്ളത്തിലെ ചെടികളൊക്കെ, ചെറിയ ചെറിയ ചെടികളൊക്കെയാണ് ചെറുമീനുകൾ, ചെറിയ ചെറിയ മീനുകൾ കഴിക്കുക. പിന്നെയോ സസ്യങ്ങൾ കഴിക്കുന്നത് ഇതിൽ ഏതൊക്കെയാ? പുൽച്ചാടി പുല്ലൊക്കെയാണ് കഴിക്കുക അല്ലെ. പിന്നെന്താണ്? ആമ, ഇതും എന്താണ്? ചെറിയ ചെറിയ നമ്മുടെ സസ്യങ്ങൾ തന്നെയാണ് കഴിക്കുന്നത്, സസ്യങ്ങൾ കഴിക്കുന്ന ജീവിയാണ്. അതുപോലെ അടുത്ത ചോദ്യം, ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികൾ ഇവിടെയുണ്ട്? അതായത് ചെറിയ ചെറിയ മീനുകൾ, കുളത്തിൽ തീർച്ചയായിട്ടും ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടാവില്ല. ആ ചെറിയ മീനുകളെ ആഹാരമാക്കുന്ന ജീവികൾ ഇതിൽ ആരൊക്കെയാണെന്നാണ് ചോദ്യം. ആരൊക്കെയാണ്? കൊക്കുണ്ട്, പിന്നെ പാമ്പും. ഇത് രണ്ടും ചെറിയ മീനുകൾ ആഹാരമാക്കുന്ന ജീവികളാണ്. ഓക്കെ, നെക്സ്റ്റ്, ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെല്ലാം ആഹാരമാക്കുന്നു? ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു. വലിയ മീനുകൾ ചെറുമീനുകളെ ആഹാരമാക്കുന്നു. കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു. വയലിലുള്ള മറ്റു ജീവികളെയും ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കും. ഇവിടെ തന്നിരിക്കുന്നത് പൂർത്തിയാക്കാനാണ് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സസ്യത്തെ കഴിക്കുന്ന ആളാണ് ആര്? ചെറുമീന്. പിന്നെ അതുപോലെ സസ്യം കഴിക്കുന്ന മറ്റൊന്നാണ് പുഴു. ഇനി സസ്യത്തെ കഴിക്കുന്ന മറ്റൊരു ജീവിയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. നമ്മളിവിടെ എന്താ എഴുതിയിരിക്കുന്നത്? പുൽച്ചാടിയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ ചെറുമീനുകളെ കഴിക്കുന്ന രണ്ട് പേരാണ്. അതിനാണ് നമ്മളിവിടെ ആരോ ഇട്ടിട്ട് എഴുതിയിരിക്കുന്നത്. വലിയ മീനും തവളയും. ഓക്കെ, ഇനി വലിയ മീനിനെയും തവളയും കഴിക്കുന്നത് ആരാണ്? കൊക്കാണ്. പിന്നെ ഇവിടെ പുഴു കഴിക്കുന്ന ഒരു ജീവിന്റെ പേരും കൂടെ എഴുതണം. പുഴു കഴിക്കുന്നത് ആരാ? ഞണ്ട് എഴുതാം അല്ലെ, ഞണ്ട്.
നെക്സ്റ്റ് കണ്ണി ചേർന്ന്. മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണല്ലോ അല്ലെ. സസ്യങ്ങളെ മാത്രം ആഹാരമാക്കുന്ന ജീവികളാണ് മാനും മുയലും പുൽച്ചാടിയും. ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ കൂടി ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കൂ. ഇപ്പൊ നമ്മളിങ്ങനെ എഴുതുന്നതിനാണ് ആഹാരബന്ധം എന്ന് പറയാ. അപ്പൊ ഇവിടെ നോക്കൂ, മാനും മുയലും പുൽച്ചാടിയൊക്കെ എന്താ കഴിക്കുക നമുക്ക് അറിയാം, സസ്യങ്ങൾ കഴിക്കും. അതുപോലെ പുല്ലും സസ്യങ്ങൾ അത് ചെടികൾ മാത്രം കഴിക്കുന്ന ജീവികളാണ്. അപ്പൊ ഈ മാനും മുയലിനും പുൽച്ചാടിനെയും ആഹാരമാക്കുന്ന ജീവികളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇവർ മൂന്നാളും കഴിക്കുന്നത് എന്താ, സസ്യമാണ്. ഇനി ഇവർ മൂന്നാളെയും കഴിക്കുന്ന ജീവികൾ ആരൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. മാനിനെ കഴിക്കുന്ന ഒരു ജീവിയുടെ പേരാണ് നമ്മളിവിടെ എഴുതേണ്ടത്. മാനിനെ കഴിക്കുന്നത് ആരാ, നമുക്ക് എന്ത് എഴുതാം, സിംഹം കഴിക്കും അല്ലെ, സിംഹം, കടുവ ഒക്കെ എഴുതിയാലും ശരിയാണ്. പിന്നെ മുയൽ നമുക്ക് എന്ത് എഴുതാം, മുയലിനെ കഴിക്കുന്ന കടുവ എഴുതാം. പിന്നെ പുൽച്ചാടി കഴിക്കുന്നത് തവള. പൂർത്തിയാക്കിയ ആഹാരബന്ധം ക്ലാസ്സിൽ അവതരിപ്പിക്കും. ഈ എഴുതിയിരിക്കുന്നതിനാണ് ആഹാരബന്ധം എന്ന് പറയാ. കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തി ആഹാരബന്ധം വിപുലീകരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കൂ. അപ്പൊ ഇനി തുടർന്ന് ഇങ്ങനെ എഴുതി പോകാനാണ് പറയുന്നത്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. നമുക്ക് മനസ്സിലായില്ലേ. അതായത് ആഹാരത്തിന് വേണ്ടിയിട്ട് ഓരോ ജീവികളും എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ഇപ്പൊ സിംഹമാണെങ്കിൽ മാനിനെ ആശ്രയിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് കടുവയാണെങ്കിൽ മുയലിനെ ആശ്രയിക്കുന്നുണ്ട്. മുയലില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ഭക്ഷണമാണ് മാൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുപോലെ മാനാണെങ്കിലോ സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ജീവികളും എന്ത് ചെയ്യുന്നുണ്ട്, ആഹാരത്തിനായിട്ട് മറ്റൊന്നിനെ എന്ത് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട് അല്ലെ. അതായത് ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് എന്തെന്ന് പറയുന്നത്, ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. എന്താണ്, അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ഫുഡ് വെബ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ നമ്മളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആഹാര ശൃംഖലാജാലം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്നുള്ളത് അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആഹാര ശൃംഖലാജാലം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നമ്മൾ പഠിച്ചത്, ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. ഓക്കെ, ഇതോടെ ചിത്രം തന്നിട്ടുണ്ട്. ഇത് ഒരു ഫുഡ് വെബ്, അതായത് ഒരു ആഹാര ശൃംഖലാജാലത്തിന്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ശൃംഖലകൾ കടലിലും. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത് നമ്മൾ കടലിലത്തെ കാര്യമല്ല പറഞ്ഞത്, കരയിലുള്ള ജീവികളുടെ കാര്യമാണ് പറഞ്ഞത് അല്ലെ. ഇനി കടലിലും ഇതുപോലെ തന്നെ ആഹാര ബന്ധങ്ങൾ, ജീവികൾ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട് ആഹാരത്തിനായിട്ട്. കരയിലെ പലതരം ആഹാര ബന്ധങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഇത്തരത്തിൽ കടലിലും വിവിധ ആഹാര ബന്ധങ്ങളുണ്ട്. ഇവിടെ കുറച്ച് കടലിലെ ജീവികളുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. സ്രാവ്, മത്തി, ചെറുമീനുകൾ, കടലാമ, പ്ലവകങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. നമുക്ക് എന്താ ചെയ്യാനാ പറയുന്നത്, കടലിലെ ചില ജീവികളാണ് ചിത്രത്തിൽ. ചുവടെ നൽകിയ പട്ടികയിലെ വിവരങ്ങൾ കൂടി പരിശോധിച്ച് ഈ ജീവികളെ ഉൾപ്പെടുത്തി ഒരു ആഹാര ശൃംഖലാജാലം നമ്മൾ എങ്ങനെ എഴുതാന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ അതൊന്ന് എഴുതാനാണ് പറയുന്നത്. അതായത് ഈ കടലിലെ ജീവികളും അവയുടെ ആഹാരങ്ങളെയും ബന്ധിപ്പിച്ചിട്ട് ഒരു ആഹാര ശൃംഖലാജാലം എന്ത് ചെയ്യണം, എഴുതണം. അതിനു മുമ്പ് നമുക്ക് ഇവിടെ എന്താണ് പ്ലവകങ്ങൾ എന്ന് നോക്കാം. നമ്മൾ പ്ലവകങ്ങൾ കണ്ടില്ലേ, ഇതാ ഇവിടെ ചിത്രത്തിൽ ഇതാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് പ്ലവകങ്ങൾ നോക്കൂ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. ചെറിയ ചെറിയ സസ്യങ്ങളാണ്, പക്ഷെ അതെന്താണ്, ഒന്നിൽ പറ്റിപ്പിടിച്ചിട്ടല്ല, അത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടന്ന് സ്വതന്ത്രമായിട്ടാണ് അത് വളരുക. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിൽ ഉൽപാദകരാണിവർ. ഉൽപാദകർ എന്ന് വെച്ചാൽ കരയിലെ ഉൽപാദകർ ആരാണ്, കരയിലെ ഉൽപാദകർ എപ്പോഴും എന്തായിരിക്കും, പുല്ല് അല്ലെങ്കിൽ ചെടി അല്ലെ, ചെടി തന്നെയായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ പുല്ലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതാണ് അതായത് ഇവിടെ നിന്നാണ് നമ്മുടെ ഈ പറഞ്ഞ ആഹാര ശൃംഖലാജാലം നമ്മൾ എഴുതി തുടങ്ങുന്നതാണ് നമ്മൾ ഉൽപാദകർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൂടുതൽ കരയിലാണെങ്കിൽ പുല്ലായിരിക്കും, അല്ലെങ്കിൽ മറ്റ് സസ്യഭാഗങ്ങളായിരിക്കും അല്ലെ. പക്ഷെ എപ്പോഴും കടലില് അല്ലെങ്കിൽ സമുദ്രത്തില് ഉൽപാദകർ എന്ന് പറയുന്നത് ആരാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. കടലിലെ അല്ലെങ്കിൽ സമുദ്രത്തിൽ ആരാണ് ഉൽപാദകർ, പ്ലവകങ്ങൾ. ഓക്കെ, പ്ലവകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. അപ്പൊ ഇനി നമുക്ക് ഈ കടലിലെ ജീവികളെ വെച്ചിട്ട് ഒരു ആഹാര ശൃംഖലാജാലം എഴുതാം. ആദ്യം നമുക്ക് പ്ലവകങ്ങളും സസ്യഭാഗങ്ങളും. ഇപ്പൊ പറഞ്ഞു എന്താണ്, എവിടെ നിന്നാണ്, എപ്പോഴും ഉൽപാദകരിൽ നിന്നാണ് നമ്മൾ എഴുതി തുടങ്ങേണ്ടത്. അപ്പൊ ഉൽപാദകരാണ് നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത്. പ്ലവകങ്ങളും ഉൽപാദകരാണ്, സസ്യഭാഗങ്ങളും ഉൽപാദകർ തന്നെയാണ്. അപ്പൊ നോക്കി, പ്ലവകങ്ങളെ കഴിക്കുന്നത് ആരൊക്കെയാണ്, അവിടെ ഈ പട്ടിക നോക്കിയാൽ മതി കേട്ടോ. പ്ലവകങ്ങൾ അതായത് ഈ പറഞ്ഞ ചെറു സസ്യങ്ങൾ കഴിക്കുന്നത് ആരൊക്കെയാണ്, ഏതൊക്കെ ജീവികളാണ്, ചെറു മീനുകൾ കഴിക്കും. പിന്നെ പ്ലവകങ്ങൾ കഴിക്കുന്നത് ആരാ, അത് അവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലവകങ്ങൾ കഴിക്കുന്നത് ആരാ, മത്തി അല്ലെ, മത്തിയും കഴിക്കും. നമ്മൾ എന്ത് ചെയ്യണു, പ്ലവകങ്ങൾ കഴിക്കുന്ന ജീവിനെയാണ് നമ്മൾ ഇവിടെ ആരോ വരച്ചിട്ട് എഴുതാൻ പോകുന്നത്. രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു അല്ലെ, ചെറുമീനുകളുണ്ട്, അതേപോലെ എന്താണ് നമ്മുടെ മത്തിയും പ്ലവകങ്ങൾ കഴിക്കും. അതാണ് നമ്മളിവിടെ ആരോ വരച്ചിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി അതേപോലെ
ഈ ചെറുമീനുകളെ പിന്നെ കടലാമ സസ്യഭാഗങ്ങൾ കഴിക്കുന്നു ഇവിടെ പറയുന്നുണ്ട്. കടലാമ കഴിക്കുന്നത് സസ്യഭാഗങ്ങളാണെന്ന് പറയുന്നുണ്ട്. ഇനി ഈ ചെറുമീനുകളെ ആരൊക്കെ കഴിക്കും? ചെറുമീനുകളെ ആരൊക്കെ കഴിക്കുക? കടലാമ ചെറുമീനുകളെ കഴിക്കും പറയുന്നു. അതുപോലെ ചെറുമീനുകളെ ആര് കഴിക്കും? മത്തിയും കഴിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണു? ചെറുമീനുകളെ മത്തിയിലേക്കും ഒരു ആരോ വരച്ചിട്ടുണ്ട്, അതുപോലെ കടലാമയ്ക്കും. ഇതിന്റെ അർത്ഥം എന്താണ്? ചെറുമീനുകളെ കടലാമ കഴിക്കും, ചെറുമീനുകളെ മത്തി കഴിക്കും. പിന്നെയോ ചെറുമീനുകളെ കണവ, അല്ലെ ഇവിടെ പറഞ്ഞു, കണവയും ചെറുമീനുകളെ കഴിക്കും. അതേപോലെ ഇവയെ, അതായത് നമ്മുടെ കടലാമയെയും ചെറുമീനുകളെയും കണവയും മത്തിയൊക്കെ കഴിക്കുന്ന അവസാനം എത്തിച്ചേരുന്നത് എവിടേക്കാണ്? ഏറ്റവും വലിയ ജീവി കടലിലെ സ്രാവാണ്. സ്രാവിലേക്ക് എത്തിച്ചേരും. അത് ചെറുമീനുകളെയും കടലാമനെയും മത്തിനെയും കണവനെയൊക്കെ കാട്ടിലും വലിയ ജീവി സ്രാവാണ്. അപ്പൊ ആ സ്രാവാണ് ഇവരെയൊക്കെ കഴിക്കുന്നത്, മത്തീനെയും കണവയെയും അതുപോലെ കടലാമ ചെറുമീനുകളെയൊക്കെ. അപ്പൊ ലാസ്റ്റ് സ്രാവ്. അപ്പൊ ഇങ്ങനെ എഴുതുന്നതാണ് ആഹാര ശൃംഖലാജലം. നമ്മൾ എഴുതിയിരിക്കുന്നത് കടലിത്തെ ഒരു നമ്മുടെ സമുദ്രത്തെയാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് എത്ര ആഹാര ബന്ധങ്ങൾ. നിങ്ങളുടെ പരിസരത്തുള്ള ഒരു മരത്തെ കുറിച്ച് ദിവസം തുടർച്ചയായി നിരീക്ഷിക്കൂ. മരത്തിൽ നിങ്ങൾ നിരീക്ഷിച്ച ജീവികളെ ഉൾപ്പെടുത്തിയുള്ള ആഹാര ശൃംഖലാജാലം ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കും. എങ്ങനെയാണ് ഒരു ആഹാര ശൃംഖലാജാലം എഴുതേണ്ടതെന്ന് നിങ്ങൾ പഠിച്ചില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ പറയണത്? നിങ്ങളുടെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു മരത്തെ നിരീക്ഷിച്ച് ആ മരത്തിൽ ഏതൊക്കെ ജീവികൾ താമസിക്കുന്നു, ആ ജീവികൾ എന്തൊക്കെ ആഹാരമാക്കുന്നു എന്ന് നിരീക്ഷിച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. ഒരു ആഹാര ശൃംഖലാജാലമാണ് എഴുതേണ്ടത് കേട്ടോ. നെക്സ്റ്റ് അപ്പൊ അത് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നിലനിൽപ്പിനായി ചിത്രം നോക്കൂ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താ ചിത്രത്തിൽ കാണുന്നത്? നിങ്ങൾ എന്താ കാണുന്നത് ചിത്രത്തില്? ഒരു കുളമാണ് കാണുന്നത് അല്ലെ, കുളമാണ്. അപ്പൊ കുളത്തിലെ മത്സ്യത്തെ കണ്ടല്ലോ, കണ്ടില്ലേ? കുളത്തിലെ മത്സ്യം അവിടെ ഉണ്ട് അല്ലെ, മത്സ്യങ്ങളുണ്ട്. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? മത്സ്യത്തിന് കുളത്തിൽ ജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമായിരിക്കും? സൂര്യപ്രകാശം തീർച്ചയായിട്ടും വേണം, സൂര്യപ്രകാശം വേണം. പിന്നെ എന്താ വേണ്ടത്? ജലസസ്യങ്ങൾ വേണം അല്ലെ, ജലത്തിൽ. കാരണം നമ്മൾ പഠിച്ചിരുന്നു ചെറുമീനുകൾ മത്സ്യത്തിൽ ഉൾപ്പെടുമല്ലോ. അപ്പൊ ചെറുമീനുകൾ ആരെയാണ് ആഹാരമാക്കുന്നത്? ജലസസ്യങ്ങളെയാണ് ആഹാരമാക്കുന്നത് അല്ലെ. അപ്പൊ ജലസസ്യങ്ങൾക്ക് ആര് വേണം? സൂര്യപ്രകാശം, വളരെ സൂര്യപ്രകാശം വേണം. മീനുകൾക്കും സൂര്യപ്രകാശം വേണം. പിന്നെ എന്തൊക്കെ വേണം? ഓക്സിജൻ വേണം. ഓക്സിജൻ ഇല്ലെങ്കിൽ ഒരിക്കലും ജീവികൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഓക്സിജൻ വേണം. പിന്നെ വെള്ളം വേണം. ഓക്കെ, അപ്പൊ മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തൊക്കെ ഘടകങ്ങളാണ് ആവശ്യം? സൂര്യപ്രകാശം, ജലസസ്യങ്ങൾ, ഓക്സിജൻ, വെള്ളം. നെക്സ്റ്റ്, കുളത്തിലെ മറ്റു ജീവികളും നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ലേ? കുളത്തിലെ ഘടകങ്ങൾ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. മീനുകൾക്ക് മാത്രം, അതായത് മത്സ്യങ്ങൾക്ക് മാത്രം മതിയോ ഈ പറഞ്ഞ ഓക്സിജനും വെള്ളവും ജലസസ്യങ്ങളൊക്കെ? അല്ല അല്ലെ. കുളത്തിലെ മറ്റു ജീവികൾക്കും തീർച്ചയായിട്ടും ജീവിക്കാൻ ഈ ഘടകങ്ങളെല്ലാം തന്നെ ആവശ്യമാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് കുളത്തിലെ ഘടകങ്ങളെ നമ്മൾ രണ്ട് തരം തിരിച്ചിട്ട് ഇവിടെ എഴുതുന്നത്. അതായത് ജീവനുള്ളവയും ജീവനില്ലാത്തവയും. കുളത്തിൽ കുറേ ജീവനുള്ള ജീവികൾ നിങ്ങൾ ജീവനുള്ളവയെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ജീവനില്ലാത്ത കുറെ ഘടകങ്ങൾ ഉണ്ട് അല്ലെ. അതെന്താണെന്നാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. അപ്പൊ ഒരു പൂമ്പാറ്റയുടെ ഒരു ചിത്രം, ഒരു പൂമ്പാറ്റിന്റെ രൂപവും അതുപോലെ ഒരു കല്ലിന്റെ രൂപവും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇതിലാണ് എന്ത് ചെയ്യേണ്ടത്? ജീവനുള്ളവയുടെ പേരുകൾ എഴുതേണ്ടത്. കുളത്തിൽ ജീവിക്കുന്ന ജീവനുള്ള വസ്തുക്കൾ, ജീവനുള്ളവയാണ് ജീവികൾ അവിടെ എഴുതേണ്ടത്. ജീവനില്ലാത്ത ഘടകങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ എഴുതേണ്ടത്. ഇപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? താറാവ്, കൊക്ക്, ഞണ്ട്, ഒച്ച്, മീന്, പുൽച്ചാടി, ആമ, പാമ്പ്, ഇതെല്ലാം. എന്നുവെച്ചാൽ കുളത്തിലെ കുളത്തിലുണ്ടാവുന്ന ചെടികളിലൊക്കെ ഉണ്ടാവില്ല ഇത്. അതുപോലെ ജീവനില്ലാത്തവ എന്തൊക്കെ എഴുതാം? വായുണ്ട്, വെള്ളം, മണൽ, കല്ല്, ഇതെല്ലാം ജീവനില്ലാത്തവയാണ്. ഇതെല്ലാം തന്നെ കുളത്തിലെ ഘടകങ്ങളുമാണ്. ആവാസം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ. മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത്. ആവാസം എന്നതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ ഹാബിറ്റേറ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ നമ്മൾ വയലെടുക്കുക. വയലിൽ എന്താണ് നമ്മൾ പറഞ്ഞ ജീവനില്ലാത്ത വസ്തുക്കൾ, ജീവനില്ലാത്ത ഘടകങ്ങളും അതുപോലെ ജീവനുള്ള ഒരുപാട് ഘടകങ്ങളും എല്ലാം തന്നെ ഒത്തുചേർന്നിട്ടുള്ളതാണ് വയൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ വയൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നിരവധി ജീവികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വയൽ എന്ന് പറയുന്നത് ഒരു ആവാസമാണ്. ഓക്കെ, ഒരു ആവാസമായിട്ടാണ് കണക്കാക്കുക. ഇതുപോലെ മറ്റേതെല്ലാം ആവാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്? എന്തൊക്കെയുണ്ട്? ഈ പറഞ്ഞ പോലെ വയലുണ്ട്, പിന്നെ ഏതാ? കുളമുണ്ട്. ഇതെല്ലാം ആവാസമാണ്. പിന്നെയോ കാടും ഒരു ആവാസമാണ് അല്ലെ. അവിടെയും ഒരുപാട് ജീവികൾ, എല്ലാ ജീവികളും അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് നമ്മുടെ കാടെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കുക. ഒരു ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്.
ഏതെല്ലാം ജീവികളുടെ ആവാസമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം? ഇപ്പൊ ഒരു ഉദ്യാനം, ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിച്ച് അവിടെ ഏതൊക്കെ ജീവികളുണ്ട് എന്നാണ് എഴുതാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ ജീവികളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഉദ്യാനത്തിൽ പോയാൽ. എന്താണ്, ഒരു ഗാർഡനിൽ പോയി കഴിഞ്ഞാൽ അല്ലെ, പൂമ്പാറ്റ, തുമ്പി, പുഴു, പുൽച്ചാടി, ഈ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുണ്ട്? അപ്പൊ എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണ്, അനുകൂലമായ എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഈ ജീവികൾ അവിടെ വരുന്നത് എന്നാണ് കണ്ടെത്തേണ്ടത്. നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ ജീവനുള്ള ഘടകങ്ങളെയും ജീവനില്ലാത്ത ഘടകങ്ങളെയും ഉൾപ്പെടുത്തി ക്ലാസ്സിൽ റോൾ പ്ലേ അവതരിപ്പിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. അപ്പൊ നമ്മൾ നിരീക്ഷണ കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടത്? ആദ്യം നിരീക്ഷണ ഉദ്ദേശ്യം എഴുതണം, സാമഗ്രികൾ ആവശ്യമെങ്കിൽ എന്തൊക്കെ സാമഗ്രികൾ ഉപയോഗിച്ചു എന്ന് എഴുതണം, നിരീക്ഷണ സാഹചര്യം എവിടെ, എങ്ങനെ, എപ്പോഴാണ് ചെയ്തത്, പിന്നെ കണ്ടെത്തലുകളും അവസാനം നിഗമനം. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം നിങ്ങളുടെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. എന്താ ക്വസ്റ്റ്യൻ നോക്കാം. ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ച് മാത്രമേ ജീവൻ ഉള്ളവയ്ക്ക് നിലനിൽക്കാനാവൂ. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? അതായത് ജീവനില്ലാത്ത ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളിപ്പോ പഠിച്ചു. എന്തൊക്കെയാ ജീവനില്ലാത്ത ഘടകങ്ങൾ? വെള്ളം, വായു, സൂര്യപ്രകാശം, കല്ല്, ഇതെല്ലാം തന്നെ ജീവനില്ലാത്ത ഘടകങ്ങളാണ് അല്ലെ. അപ്പൊ ഈ ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ചു മാത്രമേ ജീവൻ ഉള്ളവയ്ക്ക് നിലനിൽക്കാനാവൂ. ഇതാണ് നമ്മുടെ പ്രസ്താവന. അപ്പൊ ഈ ഒരു പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? തീർച്ചയായും യോജിക്കുന്നുണ്ട് അല്ലെ. കാരണം എന്താണ്? ഈ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നു അല്ലെ. യോജിക്കുന്നുണ്ടെങ്കിൽ യോജിക്കുന്നു എന്ന് എഴുതുക. എന്നിട്ട് എന്താ കാരണം എന്നും കൂടെ എഴുതണം. പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിക്കുന്നു. ജീവനില്ലാത്ത ഘടകങ്ങൾ, ഇത് ഇല്ല കേട്ടോ, ഘടകങ്ങൾ എന്നാണ്. ഘടകങ്ങളായ മണ്ണ്, വായു, വെള്ളം, സൂര്യപ്രകാശം തുടങ്ങിയവയെ ഓരോ ജീവജാലങ്ങളും ജീവിക്കാനായി ആശ്രയിക്കുന്നു. ഈ പറഞ്ഞ പോലെ ജീവനില്ലാത്ത ഘടകങ്ങളെല്ലാം ജീവിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ജീവനുള്ള ആൾക്കാരാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ്, വായുവും വെള്ളമൊന്നും ഇല്ലാതെ, സൂര്യപ്രകാശം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഓരോ ജീവനുള്ളവയും. ജീവനുള്ള ഓരോന്നിനും എന്ത് വേണം? ഈ പറഞ്ഞ പോലെ ജീവനില്ലാത്ത ഘടകങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമാണ് ജീവിക്കാൻ. അപ്പൊ നമ്മൾ ഈ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നു. അടുത്തത്, ഓരോ ജീവിയും അനുയോജ്യമായ ആവാസമുണ്ട്. ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട്. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ആവാസം എന്നതിന് നിർവചനം രൂപീകരിക്കൂ. നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച വിവിധതരം ആവാസങ്ങൾ കണ്ടെത്തൂ. ചിത്രം നോക്കൂ. ഏതെല്ലാം ആവാസങ്ങളാണ് കാണുന്നത്? ഈ 4 ചിത്രത്തിലുള്ള ആവാസങ്ങളുടെ പേരാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഒന്നാമത് പുൽമേടുകൾ എന്ന് പറഞ്ഞൊരു ആവാസമാണ്. രണ്ടാമത്തെ എന്താ? മരുഭൂമി. ഇതെന്താ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് കണ്ടൽക്കാടുകൾ. അടുത്തത് ഇത് എന്താണ്? മഞ്ഞു പ്രദേശം. ഇതൊക്കെ ആവാസങ്ങളാണ് കേട്ടോ. അപ്പൊ ഏതെങ്കിലും 4 ആവാസങ്ങളുടെ പേരെഴുതൂ എന്ന് പറഞ്ഞാൽ എന്തെഴുതാം? പുൽമേടുകൾ, മരുഭൂമി, കണ്ടൽക്കാടുകൾ, മഞ്ഞു പ്രദേശം, ഇതെല്ലാം ആവാസങ്ങളാണ്. അടുത്തത് ആഹാരക്കാട്. 2 ജീവികളുടെ ആഹാരക്കാടാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. കണ്ടില്ലേ? 2 ജീവികളിൽ നിങ്ങൾക്ക് അറിയുന്ന വളരെയധികം പരിചയമുള്ള 2 ജീവികളാണ് തന്നിരിക്കുന്നത് അല്ലെ, കാക്കയും അതുപോലെ ആടും. അപ്പൊ എങ്ങനെയാണ് ഒരു ആഹാരക്കാട് എഴുതേണ്ടത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതുണ്ട്, നമ്മൾ കാക്കയുടെ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ. ജീവി എഴുതിയിട്ടുണ്ട്. ജീവിയുടെ പേരെന്താ? കാക്ക. അത് കഴിക്കുന്ന, ആ ജീവി കഴിക്കുന്ന ആഹാരം എഴുതുക. എന്തൊക്കെ ആഹാരങ്ങളാണ് കാക്ക കഴിക്കുക? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ. പിന്നെയോ ആട് എന്തൊക്കെയാ കഴിക്കുക? ആട് കഴിക്കുന്ന ആഹാരം പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ. ഇത്തരത്തിൽ മറ്റു 2 ജീവികളുടെ ആഹാരക്കാട് തയ്യാറാക്കും. 2 ജീവികളുടെയാണ് കേട്ടോ എഴുതേണ്ടത്. അപ്പൊ നമ്മുടെ എന്തിന്റെ എഴുതിയിട്ടുണ്ട്? കടുവയുടെ എഴുതിയിട്ടുണ്ട്, അതുപോലെ മാനിന്റെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 ജീവികളുടെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന 2 ജീവികളുടെ ആഹാരങ്ങളാണ്. ആഹാരവും എഴുതണം, ആ ജീവിയുടെ പേരും എഴുതുക. ഇവിടെ ജീവി കടുവ, ആഹാരം മാൻ, മുയൽ, പക്ഷികൾ, മീന്. പിന്നെ അടുത്തത് എന്താ? മാനാണെങ്കിലോ ആഹാരം പുല്ല്, സസ്യഭാഗങ്ങളൊക്കെ വരും. അടുത്തത് കൂടിയാലും കുറഞ്ഞാലും. ഇവിടെ എന്തുണ്ട്? ഒരു ആഹാര ശൃംഖലാജാലം എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ, ഇതൊന്ന് പരിശോധിച്ചേ. എവിടെ നിന്ന് എങ്ങനെ എഴുതിയിരിക്കുന്നു നോക്കൂ. ആദ്യം എങ്ങനെ നമുക്ക് ഇതിലുള്ള ആഹാര ശൃംഖലാജാലം എങ്ങനെയാ നോക്കാം. ഇവിടെ പുല്ലുണ്ട്. പുല്ല് ആര് കഴിക്കുന്നു? പുൽച്ചാടി കഴിക്കുന്നു. പുൽച്ചാടിയെ കോഴി കഴിക്കുന്നു. കോഴിയെ കുറുക്കൻ കഴിക്കുന്നു. കുറുക്കനെ കടുവ കഴിക്കുന്നു അല്ലെ. അവസാനം കടുവയിൽ എത്തിച്ചേരും. ഇനി അടുത്ത ഒരു ആഹാര ശൃംഖല എങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് നോക്കുക. ആഹാര ശൃംഖലാജാലത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്, വരച്ചിരിക്കുന്നത്? പുല്ലിനെ ആര് കഴിക്കുന്നു? ഈ അനിമലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് കാട്ടുപോത്തിനെ ആര് കഴിക്കുന്നു? കടുവ. അല്ലെങ്കിൽ പുല്ല് മാൻ കഴിക്കുന്നു, മാനിനെ കടുവ കഴിക്കുന്നു. അപ്പൊ അവസാനം എത്തിച്ചേരുന്നത് എവിടേക്കാണ്? എല്ലാം എത്തിച്ചേരുന്നത് കടുവയിലാണ് അല്ലെ. അപ്പൊ ഈ ആവാസ വ്യവസ്ഥയിൽ നിന്നും കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? അപ്പൊ ഇതിലെല്ലാം നമുക്ക് 3 രീതിയിൽ പറഞ്ഞു. ഈ 3 അവസാനം എത്തിച്ചേരുന്നത് ആരിലാണ്? കടുവയിലാണ് എത്തിച്ചേരുന്നത്. അപ്പൊ കടുവ ഇല്ലാതായാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഏതെല്ലാം ജീവികളുടെ എണ്ണം വർദ്ധിക്കും? അപ്പൊ കടുവ എന്നൊരു ജീവി ഇല്ലാതായി എന്ന് വിചാരിക്കുക. ഈ കടുവ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ പോലെ കുറുക്കന്റെയും കാട്ടുപോത്തിന്റെയും
മാനിൻ കഴിക്കും, പിന്നെ ആളില്ല, ആരുമില്ല. അപ്പൊ ഈ 3 ജീവികളുടെയും എണ്ണവും വർദ്ധിക്കും, ഒരുപാട് കൂടും. അങ്ങനെ കൂടുന്ന സമയത്ത് ഈ ജീവികൾ ആഹാരമാക്കുന്നവയുടെ എണ്ണം കുറയും. എന്ന് വെച്ചാൽ ഇപ്പൊ കാട്ടുപോത്തും മാനൊക്കെ ആരെയാണ് ആഹാരമാക്കുന്നത്? പുല്ലാണ് അല്ലെ. അപ്പൊ പുല്ല് ചെടി ഇതുപോലുള്ള പുല്ലിന്റെയും ചെടിന്റെയും ഒക്കെ ലഭ്യത കുറയും. അതേപോലെ ഇപ്പൊ കുറുക്കന്റെ എണ്ണം കൂടിയ സമയം കോഴിയുടെ എണ്ണം കുറയും, കോഴിയുടെ എണ്ണം കുറയും അല്ലെ. കോഴിയുടെ എണ്ണം കുറയുന്ന സമയത്ത് പുൽച്ചാടിയുടെ എണ്ണം കൂടും. പക്ഷെ പുൽച്ചാടിക്ക് എന്ത് വേണം? പുല്ല് വേണം. അതില്ലാണ്ടാവുമ്പോൾ പുൽച്ചാടിയുടെ എണ്ണവും കുറയും. അപ്പൊ മൊത്തത്തിൽ എന്ത് ആവാസ വ്യവസ്ഥയെ തന്നെ അത് ബാധിക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്താ ചോദ്യം? കടുവ ഇല്ലാതായാൽ ഏതെല്ലാം ജീവികളുടെ എണ്ണം വർദ്ധിക്കും? എന്ത് സംഭവിക്കും? കടുവ ആഹാരമാക്കുന്ന മാൻ, കാട്ടുപോത്ത്, കുറുക്കൻ തുടങ്ങിയ ജീവികളുടെ എണ്ണം വർദ്ധിക്കും. മാനുകളുടെ എണ്ണം കൂടിയാൽ എന്ത് സംഭവിക്കും? അതായത് മാനിന്റെ എണ്ണം കൂടിയാൽ എന്താ സംഭവിക്കുക? പുല്ലിന്റെ ലഭ്യത, മാൻ ആഹാരമാക്കുന്നത് ആരെയാണ്? പുല്ലിനെയാണ്. പുല്ലിന്റെ ലഭ്യത കുറയും. അടുത്തത്, എന്തുകൊണ്ട് കടുവ സംരക്ഷണം? ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. നമുക്കിപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മൾ ഇത്ര നേരം പറഞ്ഞതിൽ തന്നെ നമുക്ക് മനസ്സിലാവും കൂടുതലും എത്തിച്ചേരുന്നത് എവിടേക്കാണ്? ഒന്നെങ്കിൽ കടുവയിലേക്ക്, അല്ലെങ്കിൽ സിംഹത്തിൽ. നമ്മളിപ്പോൾ കരയിലെ കാര്യമാണ് എഴുതുന്നതെങ്കിൽ കേട്ടോ, കടലത്തെ കാര്യമല്ല, കരയിലെ ആഹാര ശൃംഖലാജാലം നോക്കുകയാണെങ്കിൽ കൂടുതലും എത്തിച്ചേരുന്നത് ജീവികളിൽ അവസാനം എത്തിച്ചേരുന്നത് എവിടേക്കായിരിക്കും? ഒരു കടുവയില് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിംഹത്തിലേക്കായിരിക്കും എത്തിച്ചേരുക. അപ്പൊ അതുകൊണ്ട് തന്നെ കടുവ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണി അവസാനം എത്തിച്ചേരുന്നത് കടുവയിലാണല്ലോ. അപ്പൊ ഉയർന്ന കണ്ണിപ്പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് കടുവ സംരക്ഷണം ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയും? കാരണം എന്ന് മനസ്സിലായില്ലേ? അടുത്തത്, അധിനിവേശക്കാർ. നിങ്ങൾ ഈ മീനിനെ കണ്ടിട്ടുണ്ടോ? ഈ മീനിന്റെ പേര് എന്താണെന്ന് അറിയോ? ആഫ്രിക്കൻ മുഷി എന്നാണ് ഇതിന്റെ പേര്. ഈ മീനിന്റെ പേരാണ്, ഇതൊരു മീനാണ്. ഈ മീനിന്റെ പേര് ആഫ്രിക്കൻ മുഷി എന്നാണ്. ഇത് ശരിക്കും കാണുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണുന്നതാണ്. അതായത് നമ്മുടെ എന്താണ് ഇപ്പൊ ഏഷ്യൻ ഭൂഖണ്ഡത്തിലല്ല, ഇപ്പൊ അല്ലെങ്കിൽ ഇന്ത്യയിലോ മറ്റോ ഒന്ന് കാണുന്ന ഒരു സാധാരണമായി കാണുന്ന ഒരു മീൻ ആയിരുന്നില്ല. ഇത് കൂടുതലും ഉണ്ടായിരുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഉണ്ടായിരുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. പക്ഷെ ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ കണ്ടുവരുന്നുണ്ട് കേട്ടോ ഈ മീനിനെ. ഇവ വളരെ പെട്ടെന്ന്, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഈ മീനിന്റെ പ്രത്യേകത, ഇവ വളരെ പെട്ടെന്ന് വളർന്ന് പെരുകും. അതാണ് ഈ മീനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന്, മറ്റു മീനുകളെ പോലെയല്ല, വളരെ പെട്ടെന്ന് തന്നെ വളരും, അതുപോലെ തന്നെ പെരുകുകയും ചെയ്യുന്ന ഒരു മീനാണ്. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ, അപ്പൊ എന്താണ് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് നോക്കാം. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് ഈ മീന് ആഹാരമാക്കുന്നത് എന്താണ്? സാധാരണ ഇപ്പൊ നമ്മുടെ കേരളത്തിലും ചില ജലാശയങ്ങളിൽ ചില കുളങ്ങളും പുഴകളിലൊക്കെ ഈ മീനെ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇത് എവിടെയാണോ, ഏത് കുളത്തിലാണോ അല്ലെങ്കിൽ ഏത് പുഴയിലാണോ ഉള്ളത് അതിൽ കാണുന്ന നാടൻ മത്സ്യങ്ങളെയാണ് ഈ മീൻ ആഹാരമാക്കുക. ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്, ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. പകരം എന്താണ്, ഈ മീനെ കഴിക്കുന്ന മറ്റു ജീവികൾ നമ്മുടെ കുളങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ജലാശയങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത്തരം മീനുകളെ കഴിക്കുന്ന മറ്റു ജീവികൾ നമ്മുടെ ജലാശയങ്ങളിലൊന്നും, അതായത് ഇപ്പൊ കേരളത്തിലായിക്കോട്ടെ, നമ്മുടെ കേരളത്തിലാണെങ്കിലും അങ്ങനെയൊന്നും അധികം ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക? അവിടുത്തെ ആവാസ വ്യവസ്ഥ, അതായത് ഈ മീൻ ഏത് കുളത്തിലാണ് അല്ലെങ്കിൽ ഏത് പുഴയിലാണോ അവിടുത്തെ ആവാസ വ്യവസ്ഥയെ തന്നെ അത് ബാധിക്കും. ഇതിന്റെ എണ്ണമായിരിക്കും അവിടെ വർദ്ധിച്ചു വരും. അതിൽ മറ്റും ജീവികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കും? എന്തായിരിക്കും അവിടെ സംഭവിക്കുക? കുളത്തിലെ നാടൻ മത്സ്യങ്ങളെ ആഹാരമാക്കും. അതായത് ആ കുളത്തിൽ ഉണ്ടാകുന്ന സാധാരണ നാടൻ മത്സ്യങ്ങളെയൊക്കെ എന്ത് ചെയ്യും? ഇത് ആഹാരമാക്കും. ആഫ്രിക്കൻ മുഷി വളരെ പെട്ടെന്ന് പെറ്റുപെരുകുന്ന മത്സ്യമാണ്, നമുക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ എണ്ണം വർദ്ധിക്കും. ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്ന മീനുകൾ മറ്റു ജീവികളും നമ്മുടെ കുളങ്ങളിൽ ഇല്ലാത്തതിനാൽ ഇത്തരം മീനുകളുള്ള കുളങ്ങളിലെ ആവാസ വ്യവസ്ഥ ഇല്ലാതാകുന്നു. നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും അധിനിവേശ ജന്തുക്കളും സസ്യങ്ങളും ഉണ്ടോ എന്ന് കണ്ടെത്തും. അപ്പൊ ഈ മീൻ മാത്രമല്ല കേട്ടോ അധിനിവേശക്കാർ അല്ലെങ്കിൽ അധിനിവേശ മത്സ്യം എന്ന് പറയുന്നത്. ഇതുപോലെ ഒരുപാട് ജീവികൾ, ഒരുപാട് ജന്തുക്കളും അതുപോലെ ചെടികളൊക്കെ തന്നെ എന്താണ് നമ്മുടെ നാട്ടിലുണ്ട്.
അധിനിവേശ ജന്തുക്കളും സസ്യങ്ങളുമായിട്ട് ഇവ മറ്റു സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കണ്ടെത്തി അവതരിപ്പിക്കൂ. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത്, ഏതെല്ലാമാണ് ജന്തുക്കൾ, അധിനിവേശ ജന്തുക്കൾ, ഏതെല്ലാമാണ് സസ്യങ്ങൾ എന്ന് കണ്ടെത്തണം, എവിടെ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിക്കാം, മുതിർന്നവരിൽ നിന്ന്, മാധ്യമങ്ങളിൽ നിന്ന്, പുസ്തകങ്ങളിൽ നിന്ന്, മറ്റു രേഖകളിൽ നിന്ന്, നിരീക്ഷണത്തിലൂടെ, റിപ്പോർട്ടിൽ എന്തൊക്കെ ചേർക്കണം, ആമുഖം വേണം, ഉദ്ദേശ്യം, പഠനരീതി, ദന്തങ്ങളുടെ ശേഖരണം, അതുപോലെ അപഗ്രഥനം, നിഗമനം, നിർദ്ദേശങ്ങൾ, അനുബന്ധ വിവരങ്ങൾ ഇത്രയും ചേർത്ത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ്, അതായത് അധിനിവേശക്കാരനെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് അധിനിവേശ ജന്തുക്കളെയും അതുപോലെ സസ്യങ്ങളെ കുറിച്ച് നമുക്ക് ഇവിടെ നോക്കാം. അധിനിവേശ ജന്തുക്കളുടെ ചിത്രമാണ് കേട്ടോ തരുന്നത്. ചുവന്ന വയറുള്ള പിരാന, അതുപോലെ അലിഗേറ്റഡ് ടാർ, ചെഞ്ചെവിയൻ ആമ, ഇതൊക്കെ അധിനിവേശ ജന്തുക്കളാണ്. അതുപോലെ അധിനിവേശ സസ്യങ്ങളാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇതിനുള്ള പല സ്ഥലങ്ങളിൽ പല പേരാണ് കേട്ടോ പറയാം. പൂച്ചെടി എന്നൊക്കെ പറയും, ചിലയിടങ്ങളിൽ കൊങ്ങിണി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ പ്ലാന്റ് അതുപോലെ ഒരു അധിനിവേശ സസ്യമാണ്. അതായത് വളരെ പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കും, എന്താണ് പടർന്ന് പന്തലിക്കും, ഒരുപാട് നമ്മൾ നിറയെ പൂക്കൾ ഉണ്ടാവും, കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും. പക്ഷെ എന്താണ് ഒരുപാട് എന്താ സംഭവിക്കും, വളരെ പെട്ടെന്ന് പന്തലിക്കും, ചുറ്റുള്ള ചെടികൾക്കൊക്കെ ദോഷമായിരിക്കും. അതാണ് കൊങ്ങിണി എന്ന് പറയുന്നത്. അതുപോലെ ഇതാണ് കുളവാഴ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ പുഴകളിലൊക്കെ കൂടുതലായിട്ട് അടിഞ്ഞു നിൽക്കുന്നുണ്ടാവും കുളവാഴ. അപ്പൊ ഇതും അതുപോലെ ഒരു അധിനിവേശ സസ്യമാണ്. പിന്നെ അതെന്താ കുറുന്തോട്ടി. കുറുന്തോട്ടിയൊക്കെ നിങ്ങൾ ധാരാളമായി കണ്ടിട്ടുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ വഴിവക്കത്ത്, പാടത്ത്, അതുപോലെ വല്ല പറമ്പില് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ധാരാളമായി കാണുന്ന ഒരു ചെടിയാണ് കുറുന്തോട്ടി എന്ന് പറയുന്നത്. ഇതെല്ലാം അധിനിവേശ സസ്യങ്ങളാണ് കേട്ടോ. ഇതാണ് അധിനിവേശ ജന്തുക്കളും അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് അത് നമ്മൾ ആഹാര ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. ആഹാര ശൃംഖലാജാലം നോക്കും. ഇവിടെ ഒരു ആഹാര ശൃംഖലാജാലം തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് നോക്കിക്കേ, പലതരം ആഹാര ബന്ധങ്ങൾ മുകളിലെ ചിത്രത്തിലുണ്ട്. അപ്പൊ ഇത് കുറെ ആഹാര ബന്ധങ്ങൾ ചേർത്തിട്ടാണ് ആഹാര ശൃംഖലാജാലം എഴുതിയിരിക്കുന്നത്. ഇതില് ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താ? പുല്ല്, പുഴു, പുഴുവിനെ ആര് കഴിക്കും? കോഴി, കോഴിയെ കുറുക്കൻ, കുറുക്കനെ ആരാ കഴിക്കുക? ഇതാരാ? പരുന്താണോ കഴുകനാണോ? കഴുകനാണ് കേട്ടോ, കഴുകനാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ ശ്രേണികൾ കണ്ടെത്തി എഴുതൂ. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ആഹാര ശൃംഖല ജാലം എന്താന്ന് പഠിച്ചു. ഇനി എന്താണ് ആഹാര ശൃംഖല എന്നാണ് പഠിക്കുന്നത്. ആഹാര ശൃംഖല പറഞ്ഞാൽ എന്താണ്? രണ്ടും രണ്ടാണ്. ആഹാരം നമ്മളിപ്പോ ഈ എഴുതി ഒന്ന് മാത്രമായിട്ട് എഴുതി. ഇപ്പൊ ഇതിൽ ആ ഒരു ഒറ്റ എന്താ ഉള്ളൂ, ഒരു ശ്രേണി മാത്രമേ ഉള്ളൂ അല്ലെ. പുല്ല്, പുഴു, പുഴുവിനെ കോഴി, കോഴിനെ കുറുക്കൻ, കുറുക്കനെ കഴുക. അപ്പോൾ ഒരു ഒന്നല്ലേ ഉള്ളൂ. ഇതുപോലെ കുറെ എണ്ണമില്ല അല്ലെ. ഇപ്പൊ ഇതിലാണ് നോക്കൂ, നമ്മളെ പുല്ല്, പുല്ലിലെ പുഴു, പുഴുവിനെ കോഴി, കോഴിയെ കുറുക്കൻ, കുറുക്കനെ കഴുകൻ. വീണ്ടും അടുത്ത് നമുക്കിവിടെ നോക്കാം. വീണ്ടും എന്താണ്? പുല്ലിനെ അണ്ണാൻ കഴിക്കുന്നു, എന്താണ് അണ്ണാനെ അല്ലെങ്കിൽ ചെടിയെ അണ്ണാൻ കഴിക്കുന്നു, അണ്ണാനെ കുറുക്കൻ, അങ്ങനെ കുറെ എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ കുറെ എണ്ണം ചെയ്യുന്നതാണ് ആഹാര ശൃംഖലാജാലം. ഇതിൽ ഒന്ന് മാത്രമായിട്ട് പറയുകയാണെങ്കിൽ, ഒറ്റ ശ്രേണിയാണെങ്കിൽ അത് നമ്മൾ പറയുന്നത് ഒറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധത്തെ നമ്മൾ പറഞ്ഞ പേരാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഫുഡ് ചെയിൻ എന്ന് പറയും, ആഹാര ശൃംഖല എന്നാണ് പറയാ. ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആഹാര ശൃംഖല ജാലം എന്താന്ന് പഠിച്ചു. ഇത് ചോദിക്കുന്നത് ആഹാര ശൃംഖല എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആഹാര ശൃംഖലാജാലത്തിൽ ഒരു ഒറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധത്തെയാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചിത്രം തന്നിട്ടില്ലേ, ഇതാണ് ഈ ചിത്രമില്ലേ, ഈ ചിത്രത്തിന്റെ എല്ലാ ആഹാര ശൃംഖലകളും ഓരോന്നായിട്ട് ഇവിടേക്ക് എഴുതാം. ആദ്യം നമുക്ക് പുല്ല്, പുഴു, പുഴുവിനെ കോഴി കഴിക്കുന്നു, കോഴിനെ കുറുക്കൻ, കുറുക്കനെ കഴുകൻ. അടുത്തത് പുല്ല്, അണ്ണാൻ, കുറുക്കൻ, കഴുകൻ. പുല്ല്, അണ്ണാൻ, പാമ്പ്, കഴുകൻ. പുല്ല്, അണ്ണാൻ, പൂച്ച, കഴുകൻ. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ. അപ്പൊ ഇത് 5 എന്ത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള 5 എന്ത് കിട്ടി? ആഹാര ശൃംഖല കിട്ടി അല്ലേ. എഴുതിയ ആഹാര ശൃംഖലകൾ താരതമ്യം ചെയ്ത് തന്നിരിക്കുന്ന മാതൃകയിലെ ശാസ്ത്ര പുസ്തകത്തിൽ പട്ടികപ്പെടുത്തും. അപ്പൊ നമ്മൾ കണ്ണി അല്ലെങ്കിൽ കണ്ണി വെച്ചാൽ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, അതാണ് ഒന്നാമത്തെ കണ്ണി. പറഞ്ഞാൽ ഈ ഫസ്റ്റ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്, അതാണ് ഒന്നാമത്തെ കണ്ണി. അവസാനിക്കുന്നത് എവിടെയാണ്, അതാണ് അവസാന കണ്ണി. അപ്പൊ നമ്മൾ ആദ്യം എഴുതിയ ആഹാര ശൃംഖല നോക്കൂ. ഒന്നാമത്തെ കണ്ണി എന്താ? പുല്ല്. അവസാനത്തെ കണ്ണി എന്താ? കഴുകൻ. രണ്ടാമത്തെ ആഹാര ശൃംഖല നോക്കൂ. ഒന്നാമത്തെ കണ്ണി എന്താ? പുല്ല്. അവസാനത്തെ എന്താ? കഴുകൻ. അപ്പൊ ഈ 5 എണ്ണത്തിലും എന്തെങ്കിലും എല്ലാമേ ഒന്ന് തന്നെയാണ് അല്ലെ. അതായത് ഒന്നാമത്തെ കണ്ണിയും അവസാനത്തെ കണ്ണിയും ഒന്ന് തന്നെയാണ്. ഒന്നാമത്തെ കണ്ണി പുല്ലും അവസാനത്തെ കണ്ണി എന്താ? കഴുകൻ തന്നെയാണ്. 5 എണ്ണത്തിലും ഒന്ന് തന്നെയല്ലേ. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് ഏതു ജീവി വിഭാഗത്തിൽ നിന്നാണ്? എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? സസ്യങ്ങളിൽ നിന്നാണ് അല്ലെ. സസ്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അവയുടെ അതായത് ഈ സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആഹാരം ആവശ്യമില്ലേ എന്നാണ് അടുത്ത ചോദ്യം. അപ്പൊ നമ്മൾ ജീവികൾക്ക് ആഹാരം ആവശ്യമാണ് നമ്മൾ പഠിച്ചു. അതുപോലെ പക്ഷേ എന്താണ് സസ്യങ്ങൾക്കും ഇതുപോലെ ആഹാരം ആവശ്യമില്ലേ? തീർച്ചയായിട്ടും ആവശ്യമാണ് അല്ലെ. അവയ്ക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത് എന്നാണ് അടുത്ത നമ്മൾ പറയുന്നത്. ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ എങ്ങനെയാണ്? ചിത്രീകരണം നിരീക്ഷിക്കും. ഇവിടെ തന്നെ ചിത്രീകരണം നോക്കിക്കേ. സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇവിടെ നോക്കൂ, ചിത്രം നോക്കൂ. ഒരു ചെടിയുടെ ചിത്രമുണ്ട്.
ചെടിയിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. എന്ത് സംഭവിക്കുക, ചെടിയിൽ നമ്മൾ ആഹാര നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്, ഏത് ഭാഗത്തിൽ വെച്ചാന്ന് വെച്ചാൽ ഇലയിൽ വെച്ചിട്ടാണ്. അപ്പൊ അതിന് സൂര്യപ്രകാശം വേണം, നമ്മൾ ഊർജ്ജമായിട്ട് സൂര്യപ്രകാശം വേണം. അതുപോലെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് വേണം, പിന്നെ ജലം വേണം, വേരുകൾ വഴി ജലം വലിച്ചെടുക്കുന്നു. ഇതിൽ നിന്ന് പുറന്തള്ളുന്നതാണ് എന്ത്, ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിൽ പറയുന്നത്, ഈ ചിത്രീകരണത്തിൽ പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാന ഘടകങ്ങൾ ആഹാര നിർമ്മാണത്തിന്, സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വേണം, പിന്നെ ജലം വേണം, സൂര്യപ്രകാശം വേണം, പിന്നെ ഇലകളിൽ കാണുന്ന ഹരിതകം വേണം. ഓക്കെ, എന്താണ് ഹരിതകം എന്ന് നമുക്ക് അടുത്ത പേജിൽ നോക്കാം. അപ്പൊ ഇത്രയുമാണ് ചെടികൾക്ക് പ്രധാന ആവശ്യം, അതായത് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ. നോക്കി, അടുത്ത് എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണ്, വാട്ട് ഈസ്, അല്ലെങ്കിൽ എന്താണ് പ്രകാശ സംശ്ലേഷണം? ഈ ബോക്സിലുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ആഹാരം നിർമ്മിക്കാൻ തീർച്ചയായിട്ടും ഊർജ്ജം ആവശ്യമാണ് അല്ലെ. അത് എവിടുന്നാ കിട്ടുക? സൂര്യപ്രകാശത്തിൽ നിന്ന്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ ഫോട്ടോസിന്തസിസ് എന്നും മലയാളത്തിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിൽ ഹരിതകം, ഇംഗ്ലീഷിൽ ക്ലോറോഫിൽ എന്നാ പറയാ, മലയാളത്തിൽ എന്താ പറയാ, ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. അപ്പൊ ആഹാര നിർമ്മാണത്തിന് സസ്യങ്ങളെ സഹായിക്കുന്ന വർണ്ണകം എന്താണ്? ഇലകൾ ഏത് വർണ്ണകമാണ് സഹായിക്കുക? ഹരിതകം. ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് എന്താണ് അവിടെ നിന്ന് ഉണ്ടാവുന്നത്? ഓക്സിജൻ ആണ് അന്തരീക്ഷത്തിൽ പുറന്തള്ളുന്നു. അന്തരീക്ഷത്തിൽ സസ്യങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിലേക്ക് പുറത്തു വരുന്നത് നമ്മുടെ പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നത് ഓക്സിജൻ ആണ്. ഊർജം ലഭിക്കാൻ സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് കണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്ന പ്രധാനമായും ഏത് ഭാഗം വഴിയാണ്? തീർച്ചയായിട്ടും ഏത് ഭാഗം വഴിയാണ്? ഇലകൾ വഴിയാണ് കേട്ടോ. ഇലകൾ വഴിയാണ് കൂടുതലായിട്ടും സൂര്യപ്രകാശം സസ്യങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ ചിത്രം നിരീക്ഷിച്ച് പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. തന്നിരിക്കുന്ന ചിത്രത്തിൽ ഇലകളുടെ ക്രമീകരണം നോക്കൂ, എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ? ഇവിടെ നോക്കൂ, ഈ ഇലകൾ നോക്കി, ഇവിടെ ചെമ്പരത്തിന്റെയും തുളസിന്റെയും ഏഴിലം പാലാപർണ്ണ ചെടിയുടെയും ഇലകളാണ് തന്നിരിക്കുന്നത്. എല്ലാ ചെടികളുടെയും ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒരുപോലെ തന്നെയാണോ? അല്ല അല്ലെ, വ്യത്യസ്തമായിട്ടാണ്. നിങ്ങളുടെ പരിസരത്തുള്ള ചെടികൾ നിരീക്ഷിച്ച് ഒരേ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നവ കൂട്ടങ്ങളാകും. അപ്പൊ എല്ലാ ചെടികൾക്കും എന്ത് മനസ്സിലായി? എല്ലാ ചെടികളിലും ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒരുപോലെയല്ല എന്ന് മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യണം? ഇപ്പൊ ചെമ്പരത്തിയെ പോലെ ഇലകളെ ക്രമീകരിച്ചിരിക്കുന്ന ചെടികൾ, അതായത് കണ്ടു, ഇവിടെ ഒന്ന് താഴെ ഒന്ന് മേലെ, ഒന്ന് താഴെ ഒന്ന് മീതെ, അങ്ങനെയാണ് അല്ലെ വന്നിരിക്കുന്നത്. തുളസിയുടെ ആണെങ്കിൽ രണ്ടും ഒരേ ഭാഗത്തിന് വന്നിട്ടുണ്ട്. ഏഴിലം പാലയാണെങ്കിൽ കൂട്ടത്തോടെയാണ് വന്നിരിക്കുന്നത്, ഒന്നൊന്നായിട്ടല്ല വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചെമ്പരത്തി ചെടിയുടെ ഒക്കെ പോലെ ഇലകൾ കാണുന്ന ചെടികളാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. മാവുണ്ട്, അതുപോലെ ബ്ലൂബെറി, സപ്പോട്ട, പ്ലാവൊക്കെ എഴുതാം. തുളസിയെ പോലെ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്ന ചെടികളാണ് തെച്ചി, കറിവേപ്പില, മല്ലിച്ചെടി, പേരമരമൊക്കെ. പിന്നെ ഏഴംപാല പോലെ ക്രമീകരിച്ചിരിക്കുന്നത് അരളി, എരുക്ക്, കോളാമ്പി, പുളി. വിവിധ സസ്യങ്ങളെ ഇലകളുടെ ക്രമീകരണം വരച്ച് ആൽബം തയ്യാറാക്കും. അപ്പൊ എല്ലാവരും ആൽബം ചെയ്ത് നോക്കുക. അടുത്ത ഇല പച്ചയ്ക്ക് പിന്നിൽ. ഇലകൾക്ക് പൊതുവെ പച്ച നിറമാണല്ലോ, എന്നാൽ പച്ച നിറത്തിലുള്ള ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. നിങ്ങളുടെ പരിസരത്ത് നിന്ന് വ്യത്യസ്ത നിറങ്ങളുള്ള ഇലകൾ ശേഖരിക്കൂ. ശേഖരിച്ച ഇലകൾ പ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചു നോക്കും. അപ്പൊ എന്ത് ചെയ്യാൻ പറയുന്നത്? എല്ലാ ഇലകളും പച്ച നിറമാണെന്ന് പറയാൻ പറ്റും അല്ല അല്ലെ? പച്ച നിറം അല്ലാതെ ചുവപ്പ് നിറമുള്ള ഇലകളുള്ള ചെടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ചുവന്ന ചീരയൊക്കെ ചുവപ്പ് കളറാണ് അല്ലെ. അപ്പൊ അതുപോലെ വേറെ നിറങ്ങൾ, അതുപോലെ മഞ്ഞ നിറമുള്ള ഇലകളുള്ള ചെടികളുണ്ട്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ നിറങ്ങളുള്ള ഇലകൾ ശേഖരിച്ചിട്ട് പ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചു നോക്കാനാണ് പറയുന്നത്. സസ്യത്തിന്റെ പേരും ഇലയുടെ നിറവും പ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറവും പട്ടികപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ സസ്യം തന്നിരിക്കുന്നത് ചീരയാണ് തന്നിരിക്കുന്നത്. ചീരയുടെ നിറം, അതായത് ചുവന്ന ചീരയുടെ കാര്യമാണ് കേട്ടോ. ഇലയുടെ നിറം ചുവപ്പാണ്. അത് പ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറം ഉരച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലോട്ടിംഗ് പേപ്പറിൽ കാണുന്ന നിറം പച്ചയായിരിക്കും. അടുത്ത ചെടി നമ്മൾ പർപ്പിൾ കാലേബൺ ഒരു ചെടിയാണ്, ഒരു സസ്യമാണ്. അതിന്റെ ഇലയുടെ നിറം പർപ്പിൾ നിറമാണ്. പ്ലോട്ടിംഗ് പേപ്പറിൽ അത് കാണുന്ന നിറം പച്ചയായിരിക്കും. ചുവന്ന ക്യാബേജിന്റെ ഇലയുടെ നിറം ചുവപ്പായിരിക്കും, പക്ഷെ പ്ലോട്ടിംഗ് പേപ്പറിൽ പച്ചയായിരിക്കും. ഗോൾഡൻ പോത്തോസ് നമ്മൾ മണി പ്ലാന്റിന്റെ ഒക്കെ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഒരു ചെടിയാണ് ഗോൾഡൻ പോത്തോസ്. അതിന്റെ ഇലയുടെ നിറം മഞ്ഞയാണ്, പക്ഷെ പ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക പച്ചയാണ്. പട്ടികയിൽ നിന്നുള്ള കണ്ടെത്തൽ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അപ്പൊ ഇലകളിൽ പച്ച നിറത്തിന് സഹായമാകുന്ന വർണ്ണകം ഏതാണെന്നാണ് നമ്മൾ പഠിച്ചത്? ഹരിതകം. അപ്പൊ എന്താണ് ഹരിതകം എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം.
നമ്മളിപ്പോ പറഞ്ഞ കുറച്ച് ചെടികളുടെ പേര് പറഞ്ഞില്ലേ, പർപ്പിൾ കാലെ, ചുവന്ന ക്യാബേജ്, ഗോൾഡൻ പൊതൂസിന്റെ ചിത്രമാണ് കേട്ടോ ഇവിടെ തന്നിരിക്കുന്നത്. അടുത്തത് പല നിറം. നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ. വിവിധ നിറങ്ങളിലുള്ള പൂക്കളും ഇലകളും കാണുന്നില്ലേ? പച്ച നിറത്തിൽ കാരണം ഹരിതകമാണെന്ന് കണ്ടല്ലോ. മറ്റു നിറങ്ങൾക്ക് കാരണമായ വർണ്ണകങ്ങൾ ഏതെല്ലാമാണ്? അപ്പൊ പച്ച നിറം നൽകുന്നത് ആരാണെന്ന് പറഞ്ഞ ഹരിതകമാണെന്ന് പറഞ്ഞു അല്ലെ. അതിന് കാരണമായ വർണ്ണകം ഹരിതകമാണ്. അതുപോലെ ചുവന്ന നിറം തരുന്ന ചുവപ്പ് കളറിലുള്ള ഇലകൾ നിങ്ങൾ കാണുന്നില്ല, ഇലകളും പൂക്കളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ആ ചുവപ്പ് കളറിന് കാരണം ആരാണ്? ഏത് വർണ്ണകമാണ്? അതെ, ആന്തോസയാനിൻ ആണ് അല്ലെ. അതുപോലെ ഓറഞ്ചിന് കരോട്ടിനും മഞ്ഞയ്ക്ക് സാന്തോഫിനുമാണ്. അപ്പൊ ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ ഹരിതകം പോലെയുള്ള ഓരോ വർണ്ണങ്ങളുടെ പേരാണ് കേട്ടോ. ചുവപ്പിന് പച്ചക്കിനുള്ള ഹരിതകമാണ്, ചുവപ്പിന് ആന്തോസയാനിനും, ഓറഞ്ചിന് കരോട്ടിൻ, മഞ്ഞയ്ക്ക് സാന്തോഫിൽ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. ഈ വർണ്ണകങ്ങളുടെ പേര് പഠിച്ചു വെക്കുക, നിറവും അതുപോലെ വർണ്ണകങ്ങളുടെ പേരും പഠിച്ചു വെക്കണം. അടുത്തത് വാതക വിനിമയം സസ്യങ്ങളിൽ. പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അതിന് ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. ഇവയിൽ ഏത് വാതകമാണ് ജീവികൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത്? ജീവികൾ നമ്മളെല്ലാവരും തന്നെ, മനുഷ്യരായിക്കോട്ടെ ജീവികളായിക്കോട്ടെ, ശ്വസനത്തിന് ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏത് വാതകമാണ്? ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? അല്ല അല്ലെ. ഏതാണ്? ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണോ ഉള്ളത്? അപ്പൊ നമുക്ക് പറഞ്ഞു ചെടികൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്? അന്തരീക്ഷത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പൊ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണോ ഉള്ളത്? അല്ല. അന്തരീക്ഷത്തിൽ വാതകങ്ങളുടെ അളവ് കാണിക്കുന്ന ചിത്രീകരണം നോക്കൂ, ഇവിടെ തന്നിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ ഏതൊക്കെയാണ് ഉള്ളത്? നൈട്രജൻ ഉണ്ട്. നൈട്രജൻ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് പോലെ തന്നെയുള്ള ഒരു വാതകമാണ് എന്ത്? നൈട്രജൻ. അതുപോലെ ഇവിടെ ഓക്സിജൻ ഉണ്ട്. ഇതുണ്ടോ കാർബൺ ഡൈ ഓക്സൈഡ് ഇത്രയേ ഉള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ ആർഗൺ, പിന്നെ മറ്റുള്ള വാതകങ്ങൾ. ഏറ്റവും കൂടുതൽ ഏതാ? നൈട്രജൻ ആണ് ഉള്ളത്. നൈട്രജൻ കഴിഞ്ഞാൽ ഓക്സിജൻ. ഓക്കെ, ഓക്സിജൻ കഴിഞ്ഞാൽ ആർഗണും അതുപോലെ മറ്റുള്ള വാതകങ്ങളും കഴിഞ്ഞിട്ടാണ് കേട്ടോ കാർബൺ ഡൈ ഓക്സൈഡ് അളവ്. ഊർജ്ജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത്. സസ്യങ്ങൾക്കും ഊർജ്ജം ആവശ്യമില്ലേ? ഊർജ്ജം ലഭിക്കാൻ സസ്യങ്ങളിലും ശ്വസനം നടക്കേണ്ടതില്ലേ? അപ്പൊ നമ്മൾ ശ്വസിക്കുന്നത് ഊർജ്ജം ലഭിക്കാനാണ്. അപ്പൊ സസ്യങ്ങളിലും ഈ പറഞ്ഞ പോലെ ശ്വസനം നടക്കേണ്ടതില്ലേ? ശ്വസന പ്രക്രിയ നടക്കുന്നുണ്ടോ സസ്യങ്ങളിൽ? തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അപ്പൊ പ്രകാശ സംശ്ലേഷണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണ് നമ്മൾ പഠിച്ചു അല്ലേ. അത് സൂര്യപ്രകാശം ഏത് സമയത്താണ് കിട്ടുക? പകൽ സമയത്താണ് സൂര്യപ്രകാശം കിട്ടുക. അപ്പൊ ചെടികളിൽ ശ്വസനം നടക്കുന്നത് സസ്യങ്ങളിൽ ശ്വസനം നടക്കുന്നത് രാത്രികളിലാണ്. ഓക്കെ, സസ്യങ്ങളിൽ ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജൻ ആണ് ഉപയോഗിക്കുന്നത്. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കാം. ഇലയുടെ പാളി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ വരയ്ക്കൂ. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ സസ്യങ്ങളിൽ ശ്വസന പ്രക്രിയ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾ പറഞ്ഞു ഈ പറഞ്ഞ പോലെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു, ഓക്സിജൻ പുറത്തുവിടുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം നടക്കുന്നത് ഇലകളിലാണെന്നും പഠിച്ചു. അപ്പൊ ഇലകളിൽ അതിനായിട്ട് ഒരു പ്രത്യേക ഭാഗം തന്നെയുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇലയെ മൈക്രോസ്കോപ്പിലൂടെ നോക്കി ഇതുപോലെയാണ് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഭാഗത്തിലൂടെയാണ് എന്ത് സംഭവിക്കുക? ഈ വാതകങ്ങൾ അകത്ത് പോകുന്നതും പുറത്തു വരുന്നതും. ആ ഭാഗത്തിന്റെ പേരാണ് സ്റ്റൊമാറ്റ. ഓക്കെ, സ്റ്റൊമാറ്റ. അപ്പൊ ഇത് എന്താന്ന് മനസ്സിലായല്ലോ ചിത്രത്തിലുള്ളത്? ഇതാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ ഇലയെ നമ്മൾ സാധാരണ നോക്കുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ കാണാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ ഇലയെ നമുക്ക് ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പൊ എന്താ മൈക്രോസ്കോപ്പ്? കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. അപ്പൊ എന്താ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ? ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. ഓക്കെ, ഇപ്പൊ എന്താണ് സ്റ്റൊമാറ്റ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതിലൂടെയാണ് ഈ പറഞ്ഞ പോലെ ഓക്സിജൻ പുറന്തള്ളുന്നത്, അല്ലെങ്കിൽ ഏത് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത് എന്തിലൂടെയാണെന്നൊക്കെ, ഏത് സൂക്ഷ്മ സുഷിരങ്ങളാണെന്നൊക്കെ ചോദിക്കും. അതിന്റെ പേരെന്താ? സ്റ്റൊമാറ്റ. അടുത്തത് ചിത്രീകരണം ശ്രദ്ധിക്കൂ. പകൽ സമയത്ത് ചെടിയിൽ നടക്കുന്നതും രാത്രി കാലങ്ങളിൽ നടക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പകൽ സമയത്ത് എന്താ സംഭവിക്കുന്നത്? അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു. പ്രകാശ സംശ്ലേഷണം എങ്ങനെ നടക്കുക നമ്മൾ പഠിച്ചു അല്ലെ. അങ്ങനെ നടന്നിട്ട് എന്ത് പുറന്തള്ളുന്നു? അന്തരീക്ഷത്തേക്ക് ഓക്സിജനെ പുറന്തള്ളുന്നു അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു, ഓക്സിജനെ പുറന്തള്ളുന്നു. ഇത് എപ്പോൾ നടക്കുന്നതാണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് നടക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്താണ് രാത്രികാലങ്ങളിൽ ശ്വസനമാണ് അവിടെ നടക്കുന്നത്. ശ്വസന പ്രക്രിയയിൽ ഓക്സിജനെയാണ് വലിച്ചെടുക്കുക.
ഓക്സിജനെ വലിച്ചെടുക്കുന്നു. ഓക്സിജനെ വലിച്ചെടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തുവിടുന്നത്. സസ്യങ്ങൾ ഓക്സിജൻ മാത്രമാണോ പുറത്തുവിടുന്നത്? അല്ല. എന്താണ്? സസ്യങ്ങൾ ഓക്സിജൻ മാത്രമല്ല പുറത്തുവിടുന്നത്. പകൽ സമയത്ത് സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നു. അതിനെ തുടർന്ന് ഓക്സിജൻ പുറത്തുവിടുന്നു. എന്നാൽ രാത്രികളിൽ സസ്യങ്ങളിൽ ശ്വസന പ്രക്രിയ നടക്കുന്നു. അപ്പോൾ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. അടുത്ത ടോപ്പിക് ആതിഥേയനും അതിഥികളും. എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ? ഉണ്ടോ? എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ? ഇല്ല. ചിത്രീകരണം ശ്രദ്ധിക്കൂ. അപ്പൊ അത് മാവാണ് കേട്ടോ. മാവിനെ ആശ്രയിച്ച് കുറെ ചെടികൾ ജീവിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. ഇവിടെ നോക്കി, ഈ ചെടീന്റെ പേരെന്താ? മരവാഴ. ഞാൻ മരവാഴ, എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു. പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. അടുത്ത ചെടി, ഞാൻ ഇത്തിൽക്കണ്ണി, ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു. പക്ഷെ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അതായത് മാവിൽ നിന്ന് വലിച്ചെടുക്കും. അടുത്തത്, ഞാൻ മൂടില്ലാത്താളി, ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല. എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അതായത് ഏതിലാണോ ഈ ചെടി വളരുന്നത്, മൂടില്ലാത്താളി പറഞ്ഞ ചെടി വളരുന്നത്, അതിലെ ആഹാരമാണ്, ആ ചെടിക്ക് ആവശ്യമുള്ള എല്ലാ പോഷക ഘടകങ്ങളും ഈ ചെടി വലിച്ചെടുക്കും. മൂടില്ലാത്താളി എന്ന് പറഞ്ഞ ചെടി വലിച്ചെടുക്കും. ഓക്കെ, അപ്പൊ മാവിനെ ആശ്രയിച്ച് ഏതൊക്കെ ജീവികളാണ് ഉള്ളത്? മരവാഴയുണ്ട്, അതുപോലെ ഇവിടെ ഇത്തിൽക്കണ്ണി ഉണ്ട്, മൂടില്ലാത്താളി ഉണ്ട് അല്ലെ. മാവ്, ഇത്തിൽക്കണ്ണി, മൂടില്ലാത്താളി, മരവാഴ എന്നിവരുടെ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ഇവരിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നവർ ആരെല്ലാമാണ്? ആരൊക്കെയാണ് ഇവിടെ സ്വയം ആഹാരം നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞത്? മാവുണ്ട്, അതുപോലെ മാവും മരവാഴയും ഇത്തിൽക്കണ്ണിയും അല്ലെ. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഈ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഒരേ രീതിയിലാണ്. എന്നാൽ ജലം ലഭിക്കുന്നതോ? മാവിന് ജലം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മണ്ണിൽ നിന്നാണ് അല്ലെ. മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുക. മരവാഴയ്ക്കും ഇത്തിൽക്കണ്ണിക്കും എവിടെ നിന്നാണ്? നമുക്ക് നോക്കാം. മരവാഴയുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അതാണ് മരവാഴ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മരവാഴനെ? രണ്ടു തരം വേരുകൾ കാണലും ഈ ചിത്രത്തിൽ ശ്രദ്ധിച്ചു നോക്കിയേ. മരവാഴയ്ക്ക് രണ്ട് തരത്തിലുള്ള വേരുകളുണ്ട്. എന്താണ് ഈ വേരുകളുടെ ധർമ്മം? വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന കട്ടികൂടിയ വേരുകൾ എവിടേക്കാണ് വളർന്നു നിൽക്കുന്നത്? അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഈ പറഞ്ഞ പോലെ മരവാഴയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അതായത് നമ്മുടെ മരവാഴയിൽ രണ്ട് തരത്തിലുള്ള വേരുകളാണ് ഉള്ളത്. ഒന്ന് വളരെ ചെറിയ വേരുകളും രണ്ടാമത്തത് കട്ടി കൂടിയ വേരുകളാണ് ഉള്ളത്. അപ്പൊ ഈ ചെടികള് ആതിഥേയ സസ്യങ്ങൾ എന്ന് വെച്ചാൽ ഏതിലാണോ ഈ നമ്മുടെ മരവാഴ പറ്റിപ്പിടിച്ച് വളരുന്നത് ആ സസ്യങ്ങളാണ് ആതിഥേയ സസ്യം. ഇപ്പൊ നമ്മുടെ മരവാഴ വളരുന്നത് മാവിലാണെങ്കിൽ മാവാണ് അവിടെ ആതിഥേയ സസ്യം. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ മരവാഴയ്ക്ക് രണ്ട് തരത്തിലുള്ള വേരുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ കട്ടി ഇല്ലാത്ത വേരുകൾ, അതായത് വളരെ ചെറിയ വേരുകള് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ ആതിഥേയ സസ്യങ്ങളില് പറ്റിപ്പിടിച്ച് വളരാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുക. കട്ടി കൂടിയ വേരുകള് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുക. തീർച്ചയായിട്ടും ഭക്ഷണം പാകം ചെയ്യാൻ എന്ത് വേണമെന്ന് പറഞ്ഞു? ഭക്ഷണം നിർമ്മിക്കാൻ വെള്ളം വേണം പറഞ്ഞു, ജലം ആവശ്യം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിനാവശ്യമുള്ള ഈർപ്പം വലിച്ചെടുക്കുന്നത് ഈ പറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്നാണ് ഈർപ്പം വലിച്ചെടുക്കുന്നത്. അതിനാവശ്യമുള്ളതാണ് കട്ടി കൂടിയ വേരുകൾ മരവാഴയ്ക്ക്. അപ്പൊ അതൊരു വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അല്ലാതെ ആതിഥേയ സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരം വലിച്ചെടുക്കുക അങ്ങനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതിന്റെ ജലം വലിച്ചെടുക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് എന്തിനു വേണ്ടി മാത്രമാണ്? വാസസ്ഥലത്തിന് വേണ്ടി, അതായത് ഇരിക്കാൻ ഒരു സ്ഥലം, വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ആതിഥേയ സസ്യങ്ങളെ നമ്മുടെ മരവാഴ ആശ്രയിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ചെടികളെ, അതായത് വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്, അതായത് ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണം, ആതിഥേയ സസ്യങ്ങളുടെ ഭക്ഷണം വലിച്ചെടുക്കാത്തത്, സ്വയം ഭക്ഷണം പാകം ചെയ്യുന്നതുമായ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന ചെടികളാണ് ആരാണ്? എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. എപ്പിഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മരവാഴയുടെ എക്സാമ്പിൾ ആണ് അല്ലെ. എപ്പിഫൈറ്റ് ഒരു എക്സാമ്പിൾ മരവാഴയാണ്. പിന്നെ ഒരു എക്സാമ്പിൾ ഓർക്കിഡുകൾ. ഓക്കെ, അപ്പൊ എപ്പിഫൈറ്റുകൾ നിരീക്ഷിച്ച് വേരുകൾ പ്രത്യേകതകൾ മനസ്സിലാക്കൂ. എപ്പിഫൈറ്റുകൾ വളരുന്നത് കൊണ്ട് ആതിഥേയ സസ്യങ്ങൾക്ക് ദോഷമുണ്ടോ? ദോഷമുണ്ടോ ആതിഥേയ സസ്യങ്ങൾക്ക്? ഇല്ല. കാരണം എന്താ? അത് നമ്മുടെ വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ചെറിയ വേരുകൾ മരവാഴയെ എന്ത് സംഭവിക്കുന്നു? മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. അതുപോലെ കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരം ചെടികൾ ആതിഥേയ സസ്യങ്ങൾക്ക് ദോഷമാകില്ല. അടുത്തത് ഇത്തിൽക്കണ്ണിയാണ്. ഇത്തിൽക്കണ്ണിയുടെ വേരുകളുടെ ചിത്രം നിരീക്ഷിക്കൂ. ഇത്തിൽക്കണ്ണി എന്ന ചെടിയുടെ വേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേരുകൾ എവിടേക്കാണ്
വളർന്നിരിക്കുന്നത്? ഈ വേരുകൾ ഇങ്ങനെ വളർന്നിരിക്കുന്നത് കൊണ്ട് ഇത്തിൽക്കണ്ണിക്ക് എന്താണ് ഗുണം? നമുക്ക് നോക്കാം ഇത്തിൽക്കണ്ണി എങ്ങനെയാണ്. ആദ്യത്തെ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണിയെ പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നു. അതായത് നമ്മുടെ മരവാഴയെ പോലെ അല്ല ഇത്തിൽക്കണ്ണി. ഇത്തിൽക്കണ്ണിക്ക് എങ്ങനെയാണ്, നമ്മുടെ മരവാഴ എന്ത് ചെയ്യും, ജലത്തിന് വേണ്ടിയിട്ട് അന്തരീക്ഷത്തിലെ ഈർപ്പമാണ് വലിച്ചെടുക്കുക അല്ലെ. പക്ഷേ നമ്മുടെ ഇത്തിൽക്കണ്ണിയെ പോലെയുള്ള ചെടികൾ ആതിഥേയ സസ്യത്തിൽ നിന്നാണ് ജലവും ലവണവും വലിച്ചെടുക്കും. അതായത് ആ ആതിഥേയ സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ജലവും ലവണവും ഇത്തിൽക്കണ്ണി വലിച്ചെടുക്കും, എന്നിട്ട് സ്വയം ആഹാരം നിർമ്മിക്കും. ഓക്കെ, അപ്പൊ അതിനാൽ തന്നെ ഇത്തിൽക്കണ്ണിയെ പോലെയുള്ള ചെടികളെ അർദ്ധപരാദങ്ങൾ എന്നാണ് പറയുക. ഓക്കെ, അതിന് ഇംഗ്ലീഷ് സെമി പാരസൈറ്റ് എന്ന് പറയും, അർദ്ധപരാദങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുക. അപ്പോ എന്താണ് ഇത്തരം ചെടികൾ ആതിഥേയ സസ്യങ്ങൾക്ക് ദോഷമാണോ? തീർച്ചയായിട്ടും ദോഷമാണ് അല്ലെ. കാരണം ആ ചെടികൾക്ക് ഇപ്പൊ നമ്മളെ ഒരു മാവിലാണ് ഇത്തിൽക്കണ്ണി വളരുന്നതെങ്കിൽ തീർച്ചയായിട്ടും കുറെ കാലം കഴിയുമ്പോൾ മാവ് ഉണങ്ങി പോകും. കാരണം അതിന് ആവശ്യമായിട്ടുള്ള ജലവും ലവണവും ഒക്കെ ഇത്തിൽക്കണ്ണി വലിച്ചെടുക്കും. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇത്തിൽക്കണ്ണിയെ പോലുള്ള ചെടികൾ ആതിഥേയ സസ്യങ്ങൾക്ക് ദോഷം തന്നെയാണ് അല്ലെ. ഇവിടെ നമ്മളിപ്പോ എപ്പിഫൈറ്റ്സ് പഠിച്ചു. അടുത്തത് അർദ്ധപരാദങ്ങളാണ് പറഞ്ഞത്. അടുത്തത് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ചെടിയിൽ പടർന്നു കിടക്കുന്ന മൂടില്ലാത്താളി നിരീക്ഷിക്കൂ. ഇതാണ് മൂടില്ലാത്താളി കേട്ടോ. എന്താണ് അതിന്റെ നിറം? ഇലകൾ കാണുന്നുണ്ടോ? മൂടില്ലാത്താളിക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയുമോ? ഇല്ല. അതിന്റെ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? നോക്കിക്കേ, മൂടില്ലാത്തളിന്റെ ചിത്രമാണ്. ആതിഥേയ സസ്യങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ഇലകളല്ല, വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാദങ്ങൾ എന്ന് പറയുന്നു. അപ്പം എന്താണ് ഈ ചെടി, അതായത് നമ്മുടെ മൂടില്ലാത്താളി പോലുള്ള ചെടികൾ ആഹാരം ഒന്നും തന്നെ പാകം ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ നേരത്തെ പഠിച്ച, നമ്മൾ കഴിഞ്ഞ രണ്ട് ടോപ്പിക്കിലായി പഠിച്ച മരവാഴ ആയിക്കോട്ടെ ഇത്തിൽക്കണ്ണി ആയിക്കോട്ടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം ആഹാരം പാകം ചെയ്യുന്നുണ്ട്. പക്ഷെ മൂടില്ലാത്താളി എന്ന ചെടി ആഹാരം പാകം ചെയ്യുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് ആതിഥേയ സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അതിന്റെ ആതിഥേയ സസ്യങ്ങൾ ഉണ്ടാക്കി വെച്ചുള്ള പോഷക ഘടകങ്ങളെല്ലാം തന്നെ വലിച്ചെടുക്കും. അങ്ങനെയാണ് വളരുന്നത്, പാകം ചെയ്യുന്നില്ല. ഇത്തരം ചെടികൾ നമ്മൾ പറയുന്നത് പൂർണ്ണപരാദങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ 3 ടോപ്പിക് പഠിച്ചു. എന്താ പഠിച്ചത്? എപ്പിഫൈറ്റ് എന്താണ്, അർദ്ധപരാദങ്ങൾ എന്താണ്, പൂർണ്ണപരാദങ്ങൾ എന്താണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ 3 ചോദ്യങ്ങളും. അടുത്ത ലാസ്റ്റ് ചിത്രം നിരീക്ഷിക്കൂ. ഇവിടെ ഒരു കാടിന്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലെ. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അല്ലെ. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച ജീവികളുടെ പരസ്പരാശ്രയങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുമല്ലോ. കണ്ടെത്തിയവ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ പാഠത്തിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഈ നമ്മുടെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും ജീവനില്ലാത്തവയെയും ആശ്രയിച്ചാണ് ജീവിക്കുന്നത് നമുക്ക് മനസ്സിലായി. അടുത്തത് നമ്മൾ വിലയിരുത്താം എന്ന ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ചുവപ്പ് നിറത്തോടു കൂടി ഇലകളുള്ള സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് യോജിക്കുന്നില്ല? കാരണം ചീര പോലുള്ള ചെടികളുടെ ഇലകളിൽ ഹരിതകമുണ്ട്. അതിനാൽ ഇത്തരം ചെടികൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു ആഹാര ശൃംഖലാചാരം തന്നിട്ടുണ്ട് അല്ലെ. സസ്യം, സസ്യത്തെ പുൽച്ചാടിയെ തവള, കൊതുകിനെ അതുപോലെ സസ്യം, കൊതുക്, തവള, പാമ്പ്, സസ്യം, പാറ്റ, പല്ലി. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ആഹാര ശൃംഖലാചാരത്തിൽ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? തവളയുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? പാമ്പിന് ഭക്ഷണം കിട്ടാതാവും, പാമ്പിന്റെ എണ്ണം കുറയും. അതുപോലെ പുൽച്ചാടിയും കൊതുകിന്റെ എണ്ണം കൂടും. പുൽച്ചാടിയും കൊതുകിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ സസ്യത്തിന്റെ ലഭ്യത കുറയും അല്ലെ. അപ്പൊ തവള ആഹാരമാക്കുന്ന പുൽച്ചാടി, കൊതുക് പോലുള്ള പ്രാണികൾ വർദ്ധിക്കും. അത് കാരണം സസ്യങ്ങളുടെ ലഭ്യത കുറയും. തവളകളെ ആഹാരമാക്കുന്ന പാമ്പുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. മൂന്നാമത്തെ ചോദ്യം, ചിത്രീകരണം നിരീക്ഷിച്ച് സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയത്തിലെ ഘട്ടങ്ങൾ പൂർത്തീകരിക്കും. അപ്പൊ എന്താ ഇവിടെ നടക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ സസ്യങ്ങളിൽ നടക്കുന്ന 2 പ്രക്രിയയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്ന് പ്രകാശ സംശ്ലേഷണം, ശ്വസനവും. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? അന്തരീക്ഷ വായുവിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു. പ്രകാശ സംശ്ലേഷണം നടന്നിട്ട് എന്താണ് പുറന്തള്ളുന്നത്? ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. അതേസമയം എന്താണ് ശ്വസനം നടക്കുന്ന സമയത്ത് എങ്ങനെയാണ്? അന്തരീക്ഷ വായുവിൽ നിന്ന് ഓക്സിജനെ വലിച്ചെടുക്കുന്നു അല്ലെ. ഓക്സിജനെ വലിച്ചെടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തുവിടുന്നത്. അതാണ് ഇവിടെ എഴുതേണ്ടത്. അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നു. കണ്ടോ? പ്രവേശിക്കുന്നു. പകൽ സമയത്ത് എന്താ സംഭവിക്കുക? അന്തരീക്ഷ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടക്കുന്നു. പ്രകാശ സംശ്ലേഷണം കാരണം ഉണ്ടാകുന്ന ഓക്സിജൻ പുറത്തുവിടുന്നു. അടുത്ത രാത്രി കാലങ്ങളിലോ രാത്രിയിൽ അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ ഉപയോഗിച്ച് ശ്വസനം നടക്കുന്നു. ശ്വസനം കാരണം ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ഓക്കെ, നെക്സ്റ്റ് തുടർ പ്രവർത്തനങ്ങളായിട്ട് 2 ചോദ്യങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ ചോദ്യം, ഒരു ചെടിയുടെ ഇല സുതാര്യമായ പോളിത്തീൻ കവർ കൊണ്ട് പൊതിഞ്ഞു കെട്ടുക.
അടുത്ത ദിവസം നിരീക്ഷിക്കും പോളിത്തീൻ കവറിൽ എന്താണ് കാണുന്നത്, എന്തായിരിക്കും കാരണം. അപ്പൊ ഒരു ചെടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടിയുടെ ഇല പൊട്ടിച്ചിട്ട് ചെയ്യാനല്ല പറയുന്നത്, ചെടിയിൽ നിൽക്കുന്ന ഇല, ആ ഇലയിൽ എന്ത് ചെയ്യണം, ഒരു പോളിത്തീൻ കവർ വെച്ചിട്ട് പൊതിഞ്ഞു കെട്ടുക. എന്നിട്ട് അടുത്ത ദിവസം നിരീക്ഷിക്കുക. അപ്പൊ എന്തായിരിക്കും നിങ്ങൾക്ക് ആ പോളിത്തീൻ കവറിൽ കാണാൻ സാധിക്കുക എന്നാണ്. ചെയ്ത് നോക്കുക. എന്തായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, പോളിത്തീൻ കവറിന്റെ ഉള്ളിൽ ചെറിയ 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 വെള്ളത്തുള്ളികൾ കാണാൻ സാധിക്കും. വളരെ ചെറിയ വെള്ളത്തുള്ളികളായിരിക്കും കാണാൻ സാധിക്കും. ഇതിന് കാരണം എന്താ, കവറിനുള്ളിൽ ധാരാളം വെള്ളത്തുള്ളികൾ കാണാൻ സാധിക്കും. കാരണം നമ്മൾ പഠിച്ചിരുന്നു, രാത്രി കാലങ്ങളിൽ ചെടികളിൽ എന്താണ് നടക്കുക, ശ്വസന പ്രക്രിയ നടക്കും അല്ലെ. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ പോളിത്തീൻ കവർ കെട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ശ്വസന പ്രക്രിയയിൽ അന്തരീക്ഷ വായുവിൽ നിന്നാണ്, അന്തരീക്ഷത്തിൽ നിന്നാണ് ചെടികൾ എന്ത് വലിച്ചെടുക്കുന്നത്, ഓക്സിജൻ വലിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മൾ പോളിത്തീൻ കവർ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ അത് നടക്കുന്നില്ല അല്ലെ. അപ്പൊ ശ്വസന പ്രക്രിയ നടക്കാതെ വരും, നടന്നു. അപ്പൊ ഇലകളിൽ എന്ത് സംഭവിക്കും, സാന്ദ്രീകരണം നടക്കും. എന്ന് വെച്ചാൽ കണ്ടൻസേഷൻ പ്രോസസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരു സാന്ദ്രീകരണം നടക്കും. എന്താ സാന്ദ്രീകരണം എന്ന് വെച്ചാൽ എന്താണ്, വായു രൂപത്തിലുള്ളത് എന്താവുകയാണ്, നമ്മൾ വെള്ളത്തിന്റെ രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും, സാന്ദ്രീകരണം നടക്കുന്നു, അതുവഴി കവറിനുള്ളിൽ വെള്ളത്തുള്ളികൾ ഉണ്ടാകുന്നു. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ പരിസരത്തുള്ള ഒരു കുളമോ മറ്റേതെങ്കിലും ആവാസമോ നിരീക്ഷിച്ച് പരമാവധി ആഹാര ശൃംഖലകൾ എഴുതൂ. ഈ ആവാസത്തെ നശിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തൂ. അപ്പൊ ആഹാര ശൃംഖലകൾ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഇതുപോലെ കൂടുതൽ ആഹാര ശൃംഖലകൾ കരയിലെയും അതുപോലെ തന്നെ എന്താണ് കടലത്തേക്ക് ആഹാര ശൃംഖലകൾ എഴുതി നോക്കുക. ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിലുള്ളത്. അപ്പൊ നമ്മളിവിടെ കുറെ കാര്യങ്ങൾ പഠിച്ചു. ജീവികളുടെ ആഹാരത്തെ കുറിച്ച് പഠിച്ചു, അതുപോലെ ആഹാര ശൃംഖല ജാലം എന്താന്ന് പഠിച്ചു. അപ്പൊ ഇത്രയുമാണ് ഒറ്റയല്ല ഒരു ജീവി എന്നുള്ള പാഠത്തിൽ നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് ഇഷ്ടമായില്ലേ, ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായി നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക്